സന്തോഷത്തോട് പറ, കർത്താവ് നിന്നെ ആണെന്ന് ചിരിച്ചോണ്ട് പറഞ്ഞു, കർത്താവ് താങ്കളെ നിരന്തരം നയിക്കുന്നു. എന്നിട്ട് അടുത്ത വേനെന്താ പറയുന്നത്? ഓ മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാവും. ഈ വചനം പറഞ്ഞു കൊടുക്കുമായിരുന്നു. വലിയ കടബാധ്യതയായിട്ട് ഇവിടെ വന്ന വേളാങ്കണ്ണിയിൽ 72ാമത്തെ ട്രിപ്പിൽ വന്നൊരു വ്യക്തി. അദ്ദേഹത്തിന് 2 കോടി രൂപയുടെ കടമാണ്. വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ ഈ വേളാങ്കണ്ണി യാത്ര കഴിഞ്ഞാൽ പിന്നെ ആത്മഹത്യയെ പിച്ചവെള്ളം നടക്കും. വീടിന് വെളിയിലോട്ട് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥ. ഹല്ലേലൂയ. ഞാൻ അനുഭവിക്കുന്ന കടബാധ്യത അത്ര വലുതാണ് പറയുന്നത്. അത് പിന്നെ വീട്ടില് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ബിസിനസ് ഇങ്ങനെ പല കാര്യങ്ങൾ നടത്തി പോലും. പക്ഷെ ഈ കടബാധ്യത മാറാനുള്ള വഴികളുണ്ട്. പക്ഷെ ഒരിക്കലും ഈ 18 ഏക്കർ സ്ഥലം വിൽപ്പന 15 വർഷമായിട്ട് നടക്കുന്നു. വില കുറച്ച് മേടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ വചനം പറഞ്ഞു. എന്താ വചനം? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിൽ നിനക്ക് സമർത്ഥന. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, മരുഭൂമിയിൽ നിനക്ക്. ഈ മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു ചെടി പോലും. നിന്റെ ജീവിതത്തിൽ മരുഭൂമിയിൽ നിനക്ക് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, മരുഭൂമിയിൽ നിനക്ക് പോക്കറ്റ് നിന്റെ 5 രൂപ ഇല്ലെങ്കിലും നിനക്ക് എന്തുണ്ടാവും? അപ്പൊ പറയാണ് വെറുതെ. ഞാൻ അപ്പൊ ഈ നമ്മൾ ഈ വേളാങ്കണ്ണി ട്രിപ്പിലൊക്കെ എല്ലാം ഓരോ പ്രാവശ്യവും 4-5 പേരെ ഇങ്ങനെ ഒന്നുകിൽ എൻ്റെ ദശാംശം എടുത്ത് വരും, അല്ലെങ്കിൽ ആരെങ്കിലും സ്പോൺസർ ചെയ്യും. നിങ്ങൾക്ക് എല്ലാ സമ്പത്തുള്ളവരെയല്ല കൊണ്ടുപോകുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരു ട്രിപ്പ് വിജയിക്കണമെങ്കിൽ കുറഞ്ഞ 1 ലക്ഷം രൂപയുണ്ടെങ്കിൽ ട്രിപ്പ് വിജയിക്കും. നമുക്ക് ഏതാണ്ട് 75,000 രൂപ കണ്ട് കിട്ടിയിട്ടുണ്ട്. ഒരു ട്രിപ്പ് വലിയ ട്രിപ്പാണ്. വലിയ ബസ്സാണെങ്കിൽ 1.5 ലക്ഷം, 1,30,30,000 രൂപ. അപ്പോൾ നമ്മളിപ്പോൾ താമസിക്കുന്ന മുറിക്ക് തന്നെ 1000 മുകളിലേക്ക് വെച്ചാൽ ഇവിടെ എല്ലാ മുറികൾക്കെല്ലാം പിന്നെ ആഹാരം എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു പച്ചക്കറി മേടിച്ചാൽ, ഇറച്ചി മേടിച്ചാൽ എല്ലാം തീ പോയിട്ട് ഇതാണ്. ഹല്ലേലൂയ. പിന്നെ ഇത് ചിലവർ വിചാരിക്കും ഇതുകൊണ്ട് വലിയ ലാഭമാണ്, ഇപ്പോൾ നഷ്ടമാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയാൻ കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായതുകൊണ്ട് പരിശുദ്ധ നിങ്ങളൊരു പിന്നെ 89ാമത്തെ ഓക്കി കൊടുക്കാറ്റ് അന്നത്തെ ദിവസമാണ് നമ്മുടെ ചങ്ങനാശ്ശേരി വന്നു കഴിഞ്ഞ് 12 പേരുള്ളൂ. 48 പേരുടെ ബുക്കിംഗ് നടത്തുന്നത്. എന്തുകൊണ്ട് എല്ലാവരും പേടിച്ചു വന്നില്ല. 12 പേര് എങ്ങനെയോ വന്നു. അപ്പോൾ ബസ് ബുക്ക് ചെയ്തു, റൂം ബുക്ക് ചെയ്തു. അവരോടൊക്കെ നമ്മളെന്തോ ഏറ്റവും പരിശുദ്ധ അമ്മ പറഞ്ഞു വിട്ടോളം പറഞ്ഞു. അല്ലെങ്കിൽ വിട്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ആ കോളിൽ അമേരിക്കയിൽ നേരത്തെ വന്നൊരു പാർട്ടി ഇവിടെ വന്നു. ബ്രദറെ, ഞാൻ ബ്രദറിനെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞ വചനശിക്ഷയിലായിരുന്നു. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ബ്രദർ വേദനിക്കുന്നു. വേളാങ്കണ്ണി ട്രിപ്പിൽ ആട് കുറവാണ്. അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴി നല്ലതാണെങ്കിൽ മരുഭൂമിയിൽ നിനക്ക് സമൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. 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 മരുഭൂമിയിൽ നിനക്ക് എന്തുണ്ടാകും? ഈ ദൈവവചനത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിനക്ക് എന്തുണ്ടാകും? പറഞ്ഞു അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, സമൃദ്ധി ഉണ്ടാകുന്നു പറ. ഇങ്ങനെ പോസിറ്റീവായിട്ട് പറ, സമൃദ്ധി ഉണ്ടാകുന്നു പറ. എല്ലാ മേഖലയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകും. അടുത്ത വേനെന്താ പറയുന്നത്? തുടർന്ന് വചനം പറയുകയാണ്, നിന്റെ അസ്ഥികളെ കണ്ടോ, അസ്ഥികളൊക്കെ 84 വയസ്സായാലും അസ്ഥിയൊക്കെ രണ്ട് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. അതിനകത്ത് അതിൽ കൂടെ നമ്മൾ നടന്നു. ഇവിടെ നിന്ന് അങ്ങോട്ട് ഞങ്ങളുടെ ഒരു 5 കിലോമീറ്റർ നില നടന്നു. 5 കിലോമീറ്റർ നടന്നിട്ടുണ്ടോ? ഇല്ല. നിന്റെ അസ്ഥികളെ ഞാൻ അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു, നിന്റെ അസ്ഥികളെ ഞാൻ ഈ സ്ഥലങ്ങളിൽ വേളാങ്കണ്ണിയിലെ എല്ലാ വൈദ്യശാലയും പരിശോധിച്ചിട്ടും അയാളുടെ ഉള്ളിലെ അസ്ഥിയുടെ വേദന കുറയുന്നില്ല. ഏതോ ഒരു വലിയൊരു വാതരോഗമാണ്
കാല് നല്ല തുറപ്പിക്കാൻ ഒരു തരത്തിലൊക്കെ ഇങ്ങനെ 2-3 സോക്സൊക്കെ ഇട്ടാണ്. അപ്പൊ ഈ വചനം പറഞ്ഞതിന്റെ അസ്ഥികളെ ദൈവം ഇതൊരു 10 പ്രാവശ്യം ചേച്ചി പറഞ്ഞപ്പോൾ പുള്ളി പറയുകയാണ് വേറെ ഒരു കരണ്ട് അടിക്കുന്ന അനുഭവം ഉണ്ടായി. പിന്നീട് ഇതുവരെ ആ കാലിന്റെ വേദന കേട്ടോ. ഇതാണ് ദൈവത്തിന്റെ വചനം. എന്റെ അസ്ഥികളെ ദൈവം, കാരണം എന്നാ ദൈവത്തിന്റെ വചനം. നമ്മൾ ഈ ബസ് ആദ്യം തുടങ്ങിയ എന്താ? റോമർ 9:6 ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്ക് പിടിച്ചോണ്ട് പറ, ദൈവവചനം ഒരിക്കലും പരാജയപ്പെട്ടില്ല. അപ്പൊ ഈ പരാജയപ്പെടാത്ത വചനമാണ് നമ്മൾ കേൾക്കുന്നത്, അനുഭവിക്കുന്നത്. വചനം എന്താണ്? ദൈവമാണ്. വചനമുള്ളവനെല്ലാം വചനം ഈ സ്ഥിരീകരിച്ച് വീശി. വെളിപാട് 19:13 എടുക്കണ്ട. അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. എനിക്ക് വേണ്ടി രക്തത്തിൽ മുക്കിയ മേലങ്കി. ഈ ലോകത്തിലെ 800 കോടി ജനങ്ങളും ഇനി ജനിക്കാനിരിക്കുന്നവർക്കും മരിച്ചവർക്കും വേണ്ടി അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു. അവന്റെ പേര് ദൈവവചനമെന്നാണ്. രക്തം കൊടുത്ത് നേടിച്ചതാണ് വചനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാൻ, സർവശക്തനായ ദൈവം രക്തം കൊടുത്ത് വാങ്ങിയതാണ് വചനം. അതുകൊണ്ടാണ് സിറോ മലബാർ കുർബാനയിലെ അച്ഛൻ ഇങ്ങനെ ഞാൻ മൊബൈൽ ഇങ്ങോട്ട് തന്നത്. ഇത് ബൈബിളാണെന്ന് നിങ്ങൾ കരുതിക്കൂ. ബൈബിൾ ഉണ്ടല്ലോ പ്രസന്റ്. ആ ബൈബിൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരും. എന്തിനാ? ബൈബിളിന്റെ സൗന്ദര്യം കാണിക്കാനാണ് അച്ഛൻ വരുന്നത്. പിന്നെന്തിനാ ഈ ബൈബിൾ ഇങ്ങനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്? സിറോ മലബാറുകാർ പറ, എന്തിനാ പൊക്കിപ്പിടിച്ചുകൊണ്ട് വരുന്നത്? ഇതിന്റെ അർത്ഥം ഇത് സ്വർഗത്തിൽ നിന്നിറങ്ങിയ ദൈവവചനമാണ്. ഇത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന തമ്പുരാന്റെ വചനമാണ്. നിങ്ങൾ ആദരവോടും ഭക്തിയോടും കൂടെ നിൽക്കണം, കൈകെട്ടിക്കൊണ്ട് നിൽക്കരുത്, അല്ലാതെ പോലെ പോയി നിൽക്കരുത്. ഇത് തമ്പുരാന്റെ സർവശക്തന്റെ വചനം. ഇതാ കേൾക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങുക. എല്ലാ കൂദാശകളും വചനത്തിലാണ്. മാമോദീസായ്ക്ക് വചനം വേണം, കുർബാനയ്ക്ക് വചനം വേണം. വചനമില്ലാതെ ഒരു കൂദാശ. അതുകൊണ്ട് വചനമാണ്. വചനം പഠിക്കാത്ത, അതാണ് വിശുദ്ധ ജെറോം പറയുന്നത്, ഈ കുർബാനയ്ക്ക് കൂടിയാലും വചനമില്ലെങ്കിൽ നിനക്ക് കുർബാന കാണാനും സാധിക്കും. വചനമെന്ന് പറഞ്ഞാൽ എന്താണ്? വചനം അറിയുന്നവന് മാത്രമേ ദൈവം എന്ന് ആരാണെന്ന് അറിയാൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, വചനം അറിഞ്ഞെങ്കിലേ ദൈവം ആരാണ് അറിയത്തുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിശുദ്ധ ജെറോം പറയുന്നത്, വചനം പറയുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. വർഗീസ് ബ്രദർ അല്ല സംസാരിക്കുന്നത്, സാക്ഷാൽ ദൈവം എന്നോട് സംസാരിക്കുന്നു. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, വചനം കേൾക്കുമ്പോൾ ദൈവം താങ്കളോട് സംസാരിക്കും. ആരോട് സംസാരിക്കുന്നു? അതുകൊണ്ടാണ് മലങ്കര കുർബാനയെ പറയുന്നത്, നിങ്ങൾ ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം. ഭയത്തോടും വിറയലോടും കൂടെ നിൽക്കണം. എന്താ? ഈ ഭയത്തോടും വിറയലോടും കൂടി നിൽക്കുന്ന ദൈവത്തിന്റെ, ഈ മാലാഹമാർ പോലും വിറയ്ക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. നമ്മൾ വചനം കേൾക്കുമ്പോൾ ലോറി അങ്ങോട്ട് പോകുന്നു, കാർ അങ്ങോട്ട് പോകുന്നു, അവിടെ ആരുണ്ട്? ഇവിടെ ഉണ്ട്. പ്രിയ സഹോദരങ്ങളെ, യൂത പാരമ്പര്യത്തിൽ നിന്നാണ്. എന്തിനാണ് കർത്താവ് യൂതനായത്? യൂതൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുന്നു. യൂതൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്നാണ്? അവർ സങ്കടം വന്നാലും വേദന വന്നാലും എന്നാ പറയുക, നൊമ്പരം വന്നാലും അവരാരെ സ്തുതിക്കും? നമ്മൾ ദൈവത്തെ സ്തുതിക്കും. സ്വന്തം മകൻ അബ്സലോം ഇതാ കൊട്ടാരത്തിൽ നിന്ന് ഓടിക്കുമോ ദാവീദ്? കൊട്ടാരത്തിൽ മോനെ പേടിച്ചു ദാവീദ് 300 പടയാളികളുമായി ഓടുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതും. ആർക്കെല്ലാം പറയാം? ഇങ്ങോട്ട് നോക്കി. സ്വന്തം മകനായ അബ്സലോമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ ഒരു സങ്കീർത്തനം എഴുതുക. ആ സങ്കീർത്തനത്തിന്റെ പേരാണ് അപകടത്തിലുള്ള രക്ഷ. 3-ാം സങ്കീർത്തനം. അതിന്റെ എഡിങ് നിങ്ങൾ വായിക്കണം. അതിന്റെ എഡിങ്ങിനകത്ത് ദാവീദ് മഹാരാജാവ് അബ്സലോമിൽ നിന്ന് ഓടിപ്പോകുമ്പോൾ എഴുതിയ സങ്കീർത്തനം. ആ വചനം വായിച്ചിരുന്നേ. 3-ാം സങ്കീർത്തനത്തിന്റെ എഡിങ് എന്ന് വായിച്ചു. അപകടത്തിൽ അതിന്റെ ഇടയിൽ ചെറിയതായിട്ട് എഴുതിയേക്കുന്നത് എന്തുവാ? ആ ദാവീദ് തന്റെ മകനായ അബ്സലോമിൽ നിന്ന് പലായനം ചെയ്തപ്പോൾ പാടിയ സങ്കീർത്തനം എഴുതുക. ജീവിതത്തിന്റെ തകർച്ചയിൽ സങ്കീർത്തനം എഴുതുക. ആ സങ്കീർത്തനം 3 ഘട്ടങ്ങളാണ്. 6 വചനമേ. 1-ാം ഘട്ടം ഒന്ന് വായിച്ചേ.
കർത്താവേ, എന്റെ ശത്രുക്കൾ അസംഖ്യമാണ്, അനേകർ എന്നെ എതിർക്കുന്നു, ദൈവം ഇവനെ സഹായിക്കയില്ലെന്ന് ഈ ലോകം പറയും. ഇനി ഇവൻ രക്ഷപ്പെടാൻ മാർഗമില്ലെന്ന് ലോകം പറയും. ദാവീദ് രാജാവ് അടുത്ത വചനം പറയാണ്, കർത്താവേ, നീയാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വം. വലതുകരം എഴുതി പറ, നീയാണ് എന്റെ രക്ഷാകവചവും എന്റെ മഹത്വം. ഒരു 5 പ്രാവശ്യം പറഞ്ഞ, നീയാണ് എന്റെ രക്ഷാകവചവും മഹത്വം. ഗ്ലോറി, നീയാണ് എന്റെ മഹത്വം. എന്നിട്ട് അടുത്ത വചനം പറയാണ്, എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നവൻ. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, എന്റെ തല കുനിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. നീ ഒരു ക്രൈസ്തവനാണോ? നീ ഈശോയെ വിശ്വസിക്കുന്നു, അല്ലപ്പ നീ തല കുനിച്ച് നടക്കാൻ തമ്പുരാൻ അനുവദിക്കുന്നു. എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നവൻ ആരാണ്? വലതുകരമയത്തിൽ പറ, എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നവൻ. ജീവിതത്തിൽ സകല പ്രശ്നങ്ങൾ വന്നോട്ടെ, സഹനങ്ങൾ വന്നോട്ടെ, പക്ഷേ എന്നെ ശിരസ് ഉയർത്തി നിർത്തുന്നവൻ ആരാണ്? പറഞ്ഞേ, എന്റെ തല കുനിയാൻ ദൈവം അനുവദിക്കും. എന്നിട്ട് അതിന്റെ 5-ാം വചനം പറയുവാണ്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. ഇങ്ങനെ കിടക്കുന്നു. കൊട്ടാരത്തിൽ നിന്ന് ഓടിപ്പോയ വ്യക്തി പറയും, ഞാൻ ശാന്തമായി. കുറെ ശത്രുക്കളുണ്ട്, എന്നിട്ട് പറയുകയാണ്, ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു. ഉണർന്നെഴുന്നേൽക്കുന്നു. എന്തെന്നാൽ ഞാൻ കർത്താവിന്റെ കരങ്ങളിലാണ്. അടുത്തിരിക്കുന്ന വ്യക്തികൾ പറഞ്ഞു, ഞാൻ താങ്കൾ കർത്താവിന്റെ കരങ്ങളിലാണ്. എങ്ങനെ വിശുദ്ധ കൊച്ചിയേശ്വരയുടെ ഈ പ്രാർത്ഥന ചൊല്ലാതെ കിടന്നുറങ്ങുന്നത്. ഞാൻ ശാന്ത എല്ലാ രാത്രിയിലും വിശ്വാസപ്രമാണം ചൊല്ലി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും. നിങ്ങൾക്ക് നല്ല ഉറക്കം വരണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്താണ്, നിങ്ങൾ ഈ വചനം പറയും, ഞാൻ ശാന്തമായി കിടന്നുറങ്ങും, ഉണർന്നെഴുന്നേൽക്കും, ഞാൻ ആരുടെ കരങ്ങളിലാണ്. ഇങ്ങനെയൊന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഒരു സ്വപ്നവും കാണുക. നിനക്ക് നല്ല ഉറക്കമുണ്ട്. 4 സ്ലീപ്പിംഗ് പിൽസ്, അത് 5 സ്ലീപ്പിംഗ് പിൽസ് ആക്കി 6 സ്ലീപ്പിംഗ് പിൽസ് ആക്കിയിട്ട് ഉറക്കം വരാത്ത ഒരു അവസരം കുടുംബത്തിന്റെ പ്രശ്നം. ഭാര്യ പറയുന്നത് കേൾക്കും, ഭാര്യ കേൾക്കുന്നില്ല, മക്കളുടെ വഴി, എല്ലാവരുടെയും വഴികളാണ്. എല്ലാം പഠിത്തക്കാർ. ആർക്കും ആർക്കില്ല. മൂത്തമ്മ പറയുന്നത് ദൈവം എന്ന് പറയുന്ന ഒരു കാര്യമില്ല. അവൻ പറയുന്നത് ദൈവമൊക്കെ ഒരു ചുമ്മാ നിൽക്കുക. മൂത്തമാന് സപ്പോർട്ടാണ് ഭാര്യ, അവൾ കോളേജിൽ പഠിക്കുന്നത്. അങ്ങനെ ആകെപ്പാടെ സംഘർഷത്തിൽ വന്നപ്പോഴാണ് ഈ കൂടി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ശരിക്കും ഉറക്കം കിട്ടും. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടും ഇപ്പോൾ വചനം പറഞ്ഞുകൊണ്ടിരിക്കും, പലർക്കും ഉറക്കം വന്നുകൊണ്ടിരിക്കും. അപ്പോ അങ്ങനെ ഉറങ്ങി സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ട് ഉറക്കമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ഈ വചനം പറഞ്ഞു, ഞാൻ ശാന്തമായി കിടന്ന് ഉറങ്ങുന്നു, ഞാൻ ഉണർന്ന് എഴുന്നേൽക്കും. കാരണം ഈ വചനം പുള്ളി ആവർത്തിച്ച് ചൊല്ലുന്നു. പിന്നീട് ഇപ്പോ എന്നെ വിളിച്ചു പറയാ, വെറുതെ അന്ന് വന്നതിന് ശേഷം ഇന്ന് വരെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചിട്ടില്ല. ഒരു വചനം ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു, ഉണർന്ന് എഴുന്നേൽക്കും, ഞാൻ കർത്താവിന്റെ കരങ്ങളിൽ. ഇവിടെ എപ്പോഴാണ് എഴുതുന്നത്? സംഘർഷത്തിന്റെ നടുവിൽ ദൈവമായി ഈ സങ്കീർത്തനം മൊത്തം ഈ യൂതന്റെ പ്രത്യേകത സങ്കടം വന്നാൽ, വേദന വന്നാൽ. അതുകൊണ്ടാണ് ഹബക്കൂക്ക് പ്രവാചകൻ പറഞ്ഞത്, അത്തിവൃക്ഷം പൂക്കുകയോ പൂക്കാതിരിക്കുകയോ ചെയ്യട്ടെ, ഒരുവുകൾ കായ ഉണ്ടാകുകയോ ഉണ്ടാകാതിരിക്കുകയോ ചെയ്യട്ടെ, ആലയിൽ ആടുകൾ അറ്റുപോകട്ടെ, തൊഴുത്തിൽ പശുക്കൾ പോകട്ടെ, വയലിൽ ധാന്യം വിളയത്തിരിക്കട്ടെ, എങ്കിലും ഞാൻ കർത്താവിലാണ്. ഞാൻ സാഹചര്യം നോക്കിയല്ല ദൈവത്തിൽ. നമ്മളെങ്ങനെ നോക്കുന്നത്? നമ്മൾ ഈ നേർച്ച കൊടുത്ത് നിങ്ങൾ ദൈവത്തിന് നേർച്ച എന്ന് പറഞ്ഞാൽ കൈക്കൂലി, നിങ്ങൾ കാഴ്ചയാണ്. ഈ നേർച്ച ആർക്കും നിങ്ങൾ 10,000 രൂപ വേളക്കൊണ്ടി കൊണ്ടിട്ട് മാതാവ് പ്രസാദിക്കുന്ന ആരെങ്കിലും ചിന്തിക്കും. നിങ്ങൾ കാഴ്ച അർപ്പിക്കണം. നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത്, ദൈവമേ ഇതെല്ലാം നിന്റെ ദാനമാണ്, കൈക്കൂലി. എനിക്ക് തന്നിരിക്കുന്ന ദശാംശം വലത് കൈ ചെയ്യാതെ, അല്ലാതെ ഞാൻ ഇന്നത് കൊടുത്തത് കൊണ്ട് എനിക്ക് ഇന്നത് തരണമെന്നല്ല. അതൊന്നും കർത്താവിന് മാതാവിനൊന്നും വേണ്ട. നിങ്ങളെ പൊൻകൈയിടുമോ
നിങ്ങളുടെ മാതാവിന് ആവശ്യമില്ല. പക്ഷെ നിങ്ങളെ തന്നെയാണ് വേണ്ടത്. നിന്നെ തന്നെയാണ് വേണ്ടത്. നീ സ്വർഗത്തിൽ പോകാൻ നീ എന്ത് ചെയ്യുന്നുണ്ടെന്നാ മാതാവ്. ഈ കാഴ്ചയൊക്കെ അർപ്പിച്ചിട്ട് 2000 ഇത്ര ഡോളർ കൊണ്ടിട്ടിട്ട് നീ ബാർ നടത്തുവാണെങ്കിൽ അതുകൊണ്ട് കാര്യമായി. അങ്ങനെ നടത്തുന്നവരോ ഇതൊക്കെ മേടിച്ച് പള്ളിയൊക്കെ ഉണ്ടാക്കും. ആ പള്ളി പോകുന്നവനും അസ്വസ്ഥത കിട്ടും. അതാണ് ദൈവത്തിന്റെ കൂടായ്മ വിശുദ്ധിയായിരിക്കണം. കൈക്കൂലിക്കാരനെയും കള്ളപ്പന്തികളുടെ ഒക്കെ പണിത് വെച്ചിരിക്കുന്ന കെട്ടിടത്തിനകത്ത് വസിച്ചാൽ നിനക്കും അതിന്റെ അസ്വസ്ഥത. എന്നിട്ട് പറയാ ബന്ധനമാണ്, അവിടെ കൂടത്തോ ഇവിടെ കൂടത്തോ മറ്റേ കൂട. നീ ചെയ്ത് കാണിച്ചിരിക്കുന്ന നിന്റെ നീ ചെയ്തിരിക്കുന്ന എല്ലാം നീ ഒന്ന് നിന്നെ തന്നെ ശോധന. ഹല്ലേലൂയാ, കരമുയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ കാഴ്ചയാണ് അർപ്പിക്കേണ്ടത്. എന്താണ് കാഴ്ച എന്ന് പറഞ്ഞാൽ? എന്നെ തന്നെ സമ്പൂർണ്ണമാണ്. ഈ കാഴ്ച എന്നുള്ളത് എങ്ങനെ വന്നെന്ന് അറിയാം. പണ്ട് നമ്മളെ മധ്യത്തിലോ ഈ രാജാക്കന്മാർ, ഇപ്പൊ സെബാസ്റ്റ്യൻ ചേട്ടൻ ചങ്ങനാശ്ശേരിയിൽ ഒരു രാജാവുണ്ടെന്ന്. ആ രാജാവിന്റെ കൊട്ടാരത്തിൽ സെബാസ്റ്റ്യൻ ചേട്ടൻ ഒരു ഏത്തക്കൊലയും 2 കപ്പയും 2 മൂട് കപ്പയും കൊണ്ട് കാഴ്ച എന്ന് പറഞ്ഞാൽ തിരിച്ചു കിട്ടുമോ കേൾക്കാതെ ഇത് അങ്ങനെയുള്ളത്. ഇതാ കാഴ്ച. നേർച്ചയെന്ന് പറഞ്ഞാൽ കൈക്കൂലി. ഞാനിത് ചെയ്താല്, ഞാൻ മുട്ടയടിച്ചാല്, ഞാൻ അത് ചെയ്താല് എനിക്കിത് തരും. ഇത് ക്രൈസ്തവൻ ഒരിക്കലും പറയരുത്. നീ ദൈവത്തിന് കാഴ്ച കൊടുക്കണം. ഇതാണ് നീ നിന്നെ തന്നെ എനിക്ക് നിന്നെയാ വേണ്ടത്. അല്ലാതെ നിന്റെ കയ്യിലിരിക്കുന്ന പോക്കറ്റിലിരിക്കുന്ന ഒന്നും വേണ്ട. നിന്റെ ഹൃദയ വസ്ത്രമല്ല കേൾക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു വന്നത്, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ വചനമാണ്. ഒരിക്കലും വലിയ തകർച്ചയിൽ കുടുംബത്തിൽ ഒരു വ്യക്തിയോട്. അപ്പൊ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു, 102-ാം സങ്കീർത്തനം 1-2 വചനം 102 പ്രാവശ്യം 10 ദിവസം ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വചനത്തിൽ ഉത്തരവുണ്ടോ? 102-ാം സങ്കീർത്തനം പറഞ്ഞു. 102-ാം സങ്കീർത്തനം 102-ാം സങ്കീർത്തനം 1-2 ആ വചനം സാറിന് കിട്ടിയോ? അയച്ചു. കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എങ്ങനെ? കർത്താവേ എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി. എന്താ നിലവിളി എന്ന് പറഞ്ഞു? എന്താ സഭാഷണ ചേട്ടാ നിലവിളി എന്ന് പറഞ്ഞു? ഈ നിലവിളി എന്ന വാക്കിന്റെ അർത്ഥം നിലവിട്ട വിളി. സാറേ ഒരു ഫ്രീജ് ലോക്കാണ്, ഒരു തരത്തിലും തുറക്കാനൊക്കെ അവിടെ കിടന്ന് പയ്യാണ് വിളിക്കുന്നത്. നിലവിട്ട വിളി രക്ഷിക്കാൻ വേറെ ഒരാൾ വരണം. അതിനാണ് നിലവിളി. എന്റെ നിലവിളി അമ്മയുടെ എത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങ് എങ്ങനെ നിന്ന് മുഖം മറക്കരുത്. ഞാൻ ഈ വചനം അദ്ദേഹത്തിന് വായിച്ചു. അങ്ങ് എനിക്ക് ചെയ്തു തരണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്ക് ഉത്തരം. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വളരെ നേരം പറ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം ഈ വിലവിളി ദൈവസന്നിധിയിൽ ദൈവത്തിന് അടങ്ങിയിരിക്കാനുണ്ട്. ഇവിടുന്ന് ഉയരുന്ന ഈ പ്രാർത്ഥനയുടെ മുമ്പിൽ ഈ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് തമ്പുരാൻ അടങ്ങിയിരിക്കാൻ, തമ്പുരാനെ ഇറക്കണം. ഞാനും പ്രസവത്തോടെ പാലായിലെ ഒരു 20 വർഷം 19 വർഷം ഒരു മുസ്ലിം ഒരു വ്യക്തിക്ക് 2.5 ലക്ഷം രൂപ കൊടുക്കാൻ. ഇതില്ലെങ്കിൽ പുള്ളിക്ക് നാളത്തെ കാര്യം നടക്കണം. അപ്പൊ ഞങ്ങൾ അവിടെ മരീൻ ധ്യാനം നടത്തിക്കൊണ്ടിരിക്കും. ആ വ്യക്തി വന്ന് കാറെ വിളിച്ചുകൊണ്ട് വന്നത് അപ്പൊ പ്രാർത്ഥിച്ചിങ്ങനെ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം തരികയാണ്. ഈ 2.5 ലക്ഷം രൂപ കൊടുക്കുന്ന മുസ്ലിം ഇതാ വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കാൻ പറ്റും. പ്രാർത്ഥന കഴിയുകയും വാതിൽ വന്ന് ബെല്ലടിച്ച് തുറന്നപ്പോൾ ഈ മുസ്ലിം അതിലേക്ക് 2.5 ലക്ഷം രൂപ മേടിച്ചോന്ന് ചോദിച്ച വ്യക്തി കൊടുക്കുക. അയാൾ ചോദിക്കുക പലിശയോടെ വേണം. അപ്പൊ എന്റെ അടുത്ത് വന്ന് ഇയാൾ ചോദിക്കും പലിശ വേണ്ടി. നമ്മൾ പലിശ. ഹല്ലേലൂയ.
പ്രിയ സഹോദരങ്ങളെ, നിന്റെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവം, നിന്നെ അറിയുന്ന ഒരു ദൈവം ഈ ബസ്സിനകത്തുണ്ട്. അതാണ് 2-3 പേര് എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടിയാൽ അവരുടെ മധ്യ ആരുണ്ട്? കർത്താവുണ്ട്. അവൻ ജീവിക്കുന്നവനാണ്. ഏലിയ മരിച്ചു, എലീശ മരിച്ചു, ഏലിയായിക്ക് അപ്പവും ഇറച്ചിയും കൊടുത്ത കാക്കയും ചത്തു. പക്ഷെ ഏലിയായുടെയും എലീശായുടെയും കാക്കയുടെയും ദൈവം ജീവിക്കുന്നു. നിന്റെ അരികിൽ, നിന്റെ അരികിൽ. ഉറപ്പുള്ള ഒരു കരം ഉയർത്തിക്കേ, ഒന്ന് ശ്രദ്ധിച്ചേ. കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. കർത്താവിന്റെ വചനം അതാണ്. അതുകൊണ്ട് നമ്മൾ ജപമാല പ്രാർത്ഥനയ്ക്ക് ഒരുങ്ങുകയാണ്. നിങ്ങൾ ജപമാല കേൾക്കാൻ തന്നെ ചാടിക്കളിയെന്ന് ചൊല്ലരുത്. എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത്? അടുത്തിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ എങ്ങനെയാണ് ജപമാല ചൊല്ലേണ്ടത്? ജപമാല പ്രാർത്ഥന തുടങ്ങുന്നത് വിശ്വാസ പ്രമാണത്തോടുകൂടി. എങ്ങനെയാണ് വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞു? എന്താ? തൃത്വത്തോടുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. പരിശുദ്ധ തൃത്വത്തോടുള്ള സഭയിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന. 3 വിശ്വാസ പ്രമാണം ചൊല്ലി നീ നിങ്ങളുടെ വാഹനം എടുത്താൽ ഞാനൊരു ഗ്യാരണ്ടി തരാം, ഒരിക്കലും ഈ വാഹനം അപകടത്തിൽപ്പെടും. 3 വിശ്വാസ പ്രമാണം. ചെറിയ വിശ്വാസ, വലിയ വിശ്വാസ പ്രമാണം 12 വിശ്വാസ സത്യങ്ങൾ അടങ്ങിയ. പറഞ്ഞു ജപമാലയിൽ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം 6 വിശ്വാസ സത്യങ്ങൾ അടങ്ങിയതാണ്. പറഞ്ഞ് അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, ഈ വിശ്വാസ സത്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ജപമാല ചൊല്ലുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ പാത്രോപ്പിയോ പറയുന്നത്, നിങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കഴിയുമ്പോൾ തന്നെ അനുഗ്രഹിക്കും. വിശ്വാസ പ്രമാണം തുടങ്ങിയാണ് സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും പറഞ്ഞു. ആരാണ് സർവശക്തനായ ദൈവം? ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സകലതും ഉണ്ടാക്കിയ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ജ്ഞാനം 14:22. ഈ വചനം മറക്കരുത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ജ്ഞാനം 14:11. സോറി, ജ്ഞാനം 11:20. 14 അല്ല, 11:20. ജ്ഞാനം 11. വചനം എങ്ങനെയാ പറയുന്നത്? ലോകം അങ്ങയുടെ മുമ്പിൽ ത്രാസിനെ തരിപോയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കൈക്കുള്ളിൽ, ഉറങ്ങുന്ന വ്യക്തിയുടെ കൈക്കുള്ളിൽ ലോകം ദൈവത്തിന്റെ മുമ്പിൽ ത്രാസിനെ തരിപോയ. ഈ ലോകം അമേരിക്ക, ഓസ്ട്രേലിയ, നിങ്ങൾ കാണുന്ന ഈ ലോകം, നിങ്ങൾ വിചാരിക്കും ഈ ലോകം ഏതാണ്ട് വലുതാണ്. പക്ഷെ ദൈവത്തെ സംബന്ധിച്ച് ഒരു ത്രാസിനെ, മനുഷ്യനെ സംബന്ധിച്ച് ഏതാണ്ടൊക്കെ വലുതാണെന്ന്. ദുബായിലെ 169 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്നുകൊണ്ട് അനൂപ് മോൻ വിളിച്ചു പറയുക, അപ്പ എന്തൊരു വലിയ കെട്ടിടമാണ്. ഞാൻ പറയടാ, ദൈവത്തിന്റെ മുമ്പിൽ ഒരു ഒന്നുമല്ല. നമുക്ക് ഏതാണ്ടൊക്കെ വലുതാണെന്ന്. നമ്മളൊരു 5 കോടി രൂപയുടെ കെട്ടിടം ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എല്ലാമാണ്. പക്ഷെ 5 സെക്കൻഡ് ഓക്സിജൻ ഇല്ലെങ്കിൽ, 5 സെക്കൻഡ് ഓക്സിജൻ ഇല്ലെങ്കിൽ ഈ ഭൂമിയിലെ സകല കെട്ടിടങ്ങളും മണ്ണ് പൊടിഞ്ഞു. 5 സെക്കൻഡ് ഓക്സിജൻ പിൻവലിച്ചാൽ അണുബോംബത ഓക്സിജൻ ഇല്ലാതാകുമ്പോൾ എല്ലാം പൊടിഞ്ഞു. 5 സെക്കൻഡിൽ പൊടിയാവുന്ന കെട്ടിടമേ ഉള്ള കെട്ടിടം. അത് നീ ആദ്യം മനസ്സിലാക്കുക. ഇതിനൊന്നും വലിയ പ്രാധാന്യമൊക്കെ ഇന്ന് കോടികളുടെ പള്ളികളും 50 കോടികളുടെ പള്ളികളും 100 കോടി പള്ളികളും ഉണ്ടാക്കുക. അതൊക്കെ ഉണ്ടാകുമ്പോൾ മാതാവ് അവിടെ എപ്പോഴും ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ. പ്രിയ സഹോദരൻ, നീ മനസ്സിലാക്കണം, നിങ്ങൾ ഉത്തരേന്ത്യയിലൊക്കെ പാല് 50,000 രൂപയ്ക്ക് വരെ ഒരു ദേവാലയം ഉണ്ടാക്കാൻ അവരോട് കാത്തിരിക്കുക. അവിടെയൊക്കെയാണ് ദൈവസാധ്യം. ഈ ദേവാലയങ്ങളൊക്കെ വലിയ ഉണ്ടാക്കി ഇപ്പൊ പ്രശ്നങ്ങളല്ലേ. അരഗതിക്ക് ഒരു വകയില്ലാത്തതിന്റെ പേര് പ്രശ്നം ഉണ്ടാകും. 10 കുഷ്ഠരോഗികൾ കുഷ്ഠം വന്നപ്പോൾ യേശുവിനെ ദൈവമേ കർത്താവേ, ദൈവമേ 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 ദൈവം നിലവിളി കേട്ടു. വിളി കഴിഞ്ഞപ്പോൾ 10 9 പോയി കാറും മേടിച്ചു ബംഗ്ലാവ് വെച്ചു. ഹല്ലേലൂയ, ഓശാന.
ഒരുത്തൻ മാത്രം തിരിച്ചു വന്ന് നന്ദി പറഞ്ഞു. കർത്താവ് ചോദിച്ചു ബാക്കി 9 പേര്. ഇന്ന് പണമൊക്കെ ഏറി കഴിഞ്ഞപ്പോൾ കുരിശുവലയില്ല, ജപമാലയില്ല, കുറെ വൃത്തികെട്ട പടവുകളുണ്ട്, സിനിമ ചാനൽ ചർച്ചയും കേട്ട്, ഇതും കേട്ട്, കുടുംബജീവിതം പ്രാർത്ഥനയില്ല. ഇതുണ്ടെങ്കിലേ ഇന്ന് പലരും വരുത്തുള്ളൂ. ടെലിവിഷൻ പെട്ടി ഉണ്ടെങ്കിൽ ടെലിവിഷൻ പെട്ടി ഒരു വേലക്കാരൻ കയറി വീട്ടിൽ നിന്ന് പോകും. എന്താ ചോദിച്ചാൽ പറഞ്ഞു അവിടെ ബദറെ ടെലിവിഷനില്ല, അതുകൊണ്ട് എനിക്ക് സീരിയൽ കാണാനൊക്കെ. ഈ കുത്രാണ്ടത്തിന്റെ പുറകിലൊക്കെ എന്ന മനുഷ്യൻ ചപ്പും ചവറുമായ കാര്യങ്ങൾക്ക് വന്ന സ്ഥലം. ചപ്പും ചവറ്, ചപ്പും ചവറ്, ചപ്പും ചവറ്. പിന്നെ പറയാ ഈ ലോകത്തിൽ അശ്വരമായ കാര്യങ്ങൾ കാണുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നേരം മുഴക്കുമ്പോൾ. അപ്പൊ ഈ വചനം വായിച്ചിട്ട് നമുക്ക് ആ വചനത്തിലേക്ക് വരാം. അപ്പൊ ഇവിടെ വചനം പറയാം, ലോകം ദൈവത്തിന്റെ മുമ്പിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകണം പോലെ. ഒരു മഞ്ഞുതുള്ളി സാറെ തലയിൽ വീണ തല കൊണ്ടുപോകും. ഹിമകണം പോലെയാണ്, ഒരു മഞ്ഞുതുള്ളി പോലെയുള്ളത്. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയും ലോകം ദൈവത്തിന് മഞ്ഞുതുള്ളി പോലെയുള്ളത്. എന്നിട്ട് അടുത്ത വേന പറയാ, എന്നാൽ അങ്ങെല്ലാവരോടും കരുണ കാണിക്കും. എല്ലാവരോടും ദൈവത്തിന്റെ കരുണയാണ്. ഈ കരുണ പിൻവലിച്ച ലോകത്ത് ദൈവത്തിന്റെ കരുണയാണ്. ഈ തല്ലിപ്പൊളി ആയിട്ടൊക്കെ ജീവിച്ച ആൾക്കാർ ജീവിക്കുന്നവർ ജീവിക്കുന്നത് ഇവരെയെല്ലാം ദൈവത്തിന്റെ കരുണ കൊണ്ടാണ്. അപ്പോൾ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കും. അടുത്ത വചനം പറയുന്നു, അവിടത്തേക്ക് എന്തും സാധ്യമാണ്. വലതുകരം എഴുതി പറ, അവിടത്തേക്ക് എന്തും. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ പറയണം, സർവശക്തനായ ദൈവത്തിന് എന്തും സാധ്യം. പറഞ്ഞു ഉറക്കെ പറഞ്ഞു. ജെറമിയ 14:22. അവിടെ 2 ചോദ്യമാണ്. ജെറമിയ 14:22 2 ചോദ്യം. ഇങ്ങോട്ട് നോക്കി രേഖ. ജെറമിയ 14:22 2 ചോദ്യമാണ്. ചോദ്യമാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ജെറമിയ 14:22. ജനതകളുടെ ദേവന്മാർക്കിടയിൽ മഴ പെയ്യിക്കാൻ ശക്തിയുള്ള ഏതെങ്കിലും ദേവനോ ദേവിയോ ഉണ്ടോ? ഈ ലോകത്തിൽ മഴ പെയ്യിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ദൈവം മുസ്ലിങ്ങളുടെ ഇടയിലോ ഹിന്ദുക്കളുടെ ഇടയിലോ ജാതികളുടെ ഇടയിലോ ഉണ്ടോ? ചോദിക്കും. അവിടെ ഒന്നും ഇല്ലെന്ന്. ഈ ഇല്ലാത്ത ദൈവങ്ങളുടെ അടുക്കലാണ് വിശുദ്ധനെ കൊണ്ട് സെബസ്ത്യാനോസിനെ കൊണ്ട് അമ്പലത്തിൽ കൊണ്ട് വെച്ച് സ്വീകരണം മേടിക്കുന്നത്. എന്തിനും മണ്ടത്തരങ്ങളാണ്. ജാതികളുടെ എല്ലാം മ്ലേച്ഛതകളും വന്നിരിക്കുക സഭയിൽ. ഹല്ലേലൂയ. ജാതികളുടെ മ്ലേച്ഛത വന്നുകൊണ്ട് സഭയിലെ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ലോകത്തിന്റെ ഇമ്പങ്ങളിൽ ആത്മാവ് നഷ്ടപ്പെടും. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയാണ്. എന്താ വചനം പറയുന്നത്? ജനതകളുടെ ഇടയിൽ മഴ പെയ്യിക്കാൻ കഴിവുള്ള ഏതെങ്കിലും ദേവനുണ്ടോ? ഏതെങ്കിലും ദേവനുണ്ടോ ചോദ്യം. ഇനി 2, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കാൻ കഴിയുമോ? മാരി ഭക്ഷിപ്പിക്കാൻ കഴിയുമോ? മഞ്ഞ് ഭക്ഷിപ്പിക്കാൻ കഴിയുമോ? മഞ്ഞുണ്ടാക്കാൻ കഴിയുമോ? അടുത്ത വചനം പറയുന്നു, ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഇതെല്ലാം ചെയ്യുന്നവൻ അങ്ങ് മാത്രം, നീ മാത്രം. നീ മാത്രം. നീ പറഞ്ഞാൽ രോഗം മാറും, നീ പറഞ്ഞാൽ മരണം മാറും, നീ പറഞ്ഞാൽ മാറാത്തതായി ഒന്നുമില്ല. നീ പറഞ്ഞാൽ എല്ലാം മാറും. കേൾക്കുന്ന നിങ്ങൾ, നിന്റെ ജീവിതം മാറും, നിന്റെ നിലവിള മാറും, നിന്റെ ബുദ്ധിമുട്ടുകൾ മാറും, നിന്റെ ജീവിതം മൊത്തം മാറ്റാൻ കഴിവുള്ളവനാണ് നീ. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞ 2 പത്രോസ്
3-ാം അധ്യായം 8 തൊട്ട് 14 വരെയുള്ള വചനങ്ങൾ എല്ലാ ദിവസവും ക്രൈസ്തവം വായിക്കുകയാണെങ്കിൽ അവനൊരിക്കലും അഹങ്കരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി, 2 പത്രോസ് മത്തിച്ചായനെന്ന് വിളിച്ചു. 2 പത്രോസ് 3-ാം അധ്യായം 8 തൊട്ട് 14 വരെയുള്ള വചനം. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. പ്രിയപ്പെട്ടവർ, പത്രോസ്ലിയെ വിളിക്കുന്ന എങ്ങനെ? പ്രിയപ്പെട്ടവർ. യോഹന്നാസ്ലിയെ വിളിക്കുന്ന എങ്ങനെ? കുഞ്ഞുമക്കൾ. പൗലോസ്ലിയെ വിളിക്കുന്ന എങ്ങനെ? വാത്സല്യം, വാചനങ്ങൾ. ലൂക്ക വിളിക്കുന്ന എങ്ങനെ? അല്ലയോ ശ്രേഷ്ഠനായ ദൈവം എന്ന് പറഞ്ഞ ദൈവം, ഫിലോസേ മകൻ, അല്ലയോ ശ്രേഷ്ഠനായ ദൈവമകനെ, ദൈവമക്കളെ. അപ്പൊ പത്രോസ്ലീഹ വിളിക്കുന്നതാണ് എന്താ വിളിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ സഭയിൽ വൈദികരൊക്കെ വിളിക്കുന്നത് ആരും കർത്താവിൽ പ്രിയ. പത്രോസ്ലീഹയാണ് സഭയുടെ പേര്. അതുകൊണ്ടാണ് കർത്താവിൽ പ്രിയപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ വചനം പറയാണ് പ്രിയപ്പെട്ടവരെ. എന്തോന്നൊന്ന് വിളിയട്ടെ? പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ടവരെ. കർത്താവിന്റെ മുമ്പിൽ ഒരു ദിവസം 1000 വർഷം പോലും, 1000 വർഷം. പ്രിയ സാധനങ്ങൾ, ഈ 2024 എന്ന് പറഞ്ഞാൽ ഈശോയെ സംബന്ധിച്ച് 2 ദിവസമായിട്ട് ഈ ഭൂമി സൂര്യന് കീഴ സമയവും കാലവും. ദൈവത്തിന് സമയം, ദൈവത്തെ സംബന്ധിച്ച് ഈ 2000 വർഷം, 2024 എന്ന് പറഞ്ഞാൽ 2 ദിവസമേ. നമുക്കാണ് 2024 1 വർഷമാണ്. അപ്പോൾ എന്നിട്ട് പറഞ്ഞ വചനം പറയുന്നു, അപ്പോൾ കർത്താവിന്റെ കാലവിളംബത്തെ കുറിച്ച് ഈശോ വരുന്നോ ഇനിയിപ്പോ കർത്താവ് ഒന്നും വരുന്നില്ല, ഇതൊക്കെ ചുമ്മാതാണ്, ഇവിടെ സുഖിച്ചടിച്ചു പൊളിച്ചൊക്കെ അങ്ങ് ജീവിക്കാൻ എന്ന് ചിന്തിക്കുന്നവർ നീ കേട്ടോ, കർത്താവ് എന്തിനാ കാലവിളംബം നശിപ്പിച്ചതെന്നറിയാം? ആരും നശിച്ചു പോകും, ആരും. എന്താണ് അവൻ കർത്താവ് വരാൻ താമസിക്കും? അടുത്തിരിക്കുന്ന കൂടപ്പുറത്തിനോട് ചോദിച്ചു, എന്താ കർത്താവ് വരാൻ താമസിക്കും? കാരണം ആരും ബേബി ജോൺ 2015 മാനസാന്തരപ്പെട്ടു, സംസാരശേഷി നഷ്ടപ്പെട്ട് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അന്ന് മാത്യു ഇലവങ്കലച്ചൻ പറഞ്ഞു, ബേബി ജോൺ സംസാരശേഷി തിരിച്ചു വെച്ചു. അപ്പോൾ ബേബി ജോൺ സ്റ്റേജിൽ കയറിയിട്ട് പറയാണ്, 67 വർഷങ്ങൾക്ക് മുമ്പ് കത്തോലിക്ക സഭയിൽ ദൈവമില്ലെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയി. അന്ന് പള്ളിയിൽ കയറാത്ത എന്നെ ഇന്നെന്നെ ദൈവം വിളിച്ചു, ഞാൻ യേശുവിന്റെ ദാസനാണ്. ഈ കുറച്ച് ഒരാഴ്ചയ്ക്ക് മുമ്പ് എന്നെ എടുത്തിരുന്നെങ്കിൽ ഞാൻ നിത്യ നരകത്തിൽ പോയി. ഞാൻ നശിക്കാതിരിക്കാൻ വേണ്ടിയാണ് എനിക്ക് ഈ ആയുസ്. പ്രിയ സാര, നീനക്ക് ഈ ആയുസ് തന്നത് നീ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാ. സകല മനുഷ്യരും മാനസാന്തരപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് കാലതാമസം. ആരും നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കരുണ. പൗലോസിനോട് പറയാണ്, ലോകത്തിലെ ഒരു വ്യക്തിയും നശിക്കുന്നത് കാണാൻ, പാലസ്തീനക്കാരനോ അവനെ ഇസ്രായേൽ കൊല്ലുന്നതെന്നും ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവത്തിന്റെ മുമ്പിൽ ഇവരെല്ലാം ദൈവത്തിന്റെ മകനും മകളുമാണ്. പിന്നെ ഇസ്രായേൽ അങ്ങോട്ട് ബോംബിട്ടെന്ന് പറഞ്ഞ് നമ്മൾ ഒരു ക്രിസ്ത്യാനി കൈയടിക്കുന്നു, അതൊക്കെ തെറ്റാ. അത് വചനത്തിന് തെറ്റാ. ആരും നശിക്കല്ലെന്ന് ആഗ്രഹിക്കുന്ന ദൈവം, ആരും നശിക്കല്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നിന്റെ ദൈവം. കരമയത്തിൽ പറഞ്ഞ ആരും നശിച്ചു പോകണം ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് എന്റെ ദൈവം. അതുകൊണ്ടാണ് അവൻ കരുണയുള്ള ദൈവമാണ്. കരുണയുള്ള ദൈവമേ കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. കരുണയുള്ള ദൈവമേ കനിവു തോന്നണേ, പാപിയാണെങ്കിലും അലിവു തോന്നണേ. പാപിയാണെങ്കിലും അലിവു തോന്നണേ. ശ്രദ്ധിക്കുക, ആരും നശിച്ചു പോകരുത്. അപ്പൊ അടുത്ത വചനം പറയാ കർത്താവിന്റെ ദിനം. അതിന്റെ 10-ാം വചനം പറയാ കർത്താവിന്റെ ദിനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കള്ളനെ പോലും കൈക്ക് പിടിച്ചോട് പറ, കള്ളനെ പോലും. ഈ കള്ളൻ ഇരുന്ന് എപ്പോഴാണ് എന്താ കള്ളനെ പോലും വരുമെന്ന് പറഞ്ഞു? ഈശോ എന്താ കള്ളനെ പോലും വരും? ഈശോ വേണമെങ്കിൽ പറയാം സിംഹത്തെ പോലും വരും, കരടിയെ പോലും വരും, കുറുക്കനെ പോലും വരും, അല്ലെങ്കിൽ വേറെ ധനിയനെ പോലും വരും എന്നൊക്കെ പറയാം. കള്ളനെ പോലും വരും.
കള്ളം വരുന്നത് എപ്പോഴും മുൻവാതിലിൽ കൂടി കള്ളൻ വരിക. അവന് പിറകുവാതിൽ. നിന്റെ മുൻവാതിൽ നിന്റെ ഡിഗ്രി, നിന്റെ പളവളപ്പൊക്കെ ഈ മിടുക്കന് മുൻവാതിലിന്റെ ഇടവകാച്ചിന് നല്ല കാര്യം, ഏറ്റവും നല്ല ബാഹ്യം നോക്കുന്നുണ്ടല്ലോ. പക്ഷെ നിന്റെ ഹൃദയമുണ്ടല്ലോ, അവിടെ നിക്ഷേപത്തിനകത്ത് അസൂയുണ്ട്, സ്വാർത്ഥതയുണ്ട്, കാപട്യമുണ്ട്. ബാഹ്യമായ ചിരി മാത്രമേ ഉള്ളൂ, കിഴി മാത്രമേ. പക്ഷെ നിന്റെ കണ്ടോ വിനോദേ, പിൻവാതിലായിരുന്നു. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കും ഇവനെന്താ എപ്പോഴാണ് നിനക്കൊന്ന് ഉറങ്ങിയാൽ കൊള്ളാവുന്നത് ഈ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആൾക്കറിയാം. എന്റെ സഹോദരാ, ഇത് ആർക്കറിയാം? നിന്റെ പിൻവാതിൽ ദുഷിച്ചതാണ്, നാറിപ്പുഴുത്തിരിക്കുക പിൻവാതിൽ. ദാവീദ് മഹാരാജാവ് പറഞ്ഞു, ഊറിയായുടെ ഭാര്യ ബത്ശേബയെ വിവാഹം കഴിച്ചപ്പോൾ ഇസ്രായേൽ ജനം പറഞ്ഞു, എന്താ ചെയ്തെന്ന് അറിയത്തില്ലായിരുന്നു. ഇസ്രായേൽ ജനം പറഞ്ഞു, ദാവീദ് മഹാരാജാവ് നീണാൾ വാഴട്ടെ. പക്ഷേ ഒരു മണിക്കൂർ കഴിഞ്ഞ് നാഥാൻ പ്രവാചകനോട് ജ്വലിക്കുന്ന കണ്ണുകളോട് പറഞ്ഞു, ഒരു 100 ആടുകൾ ഉണ്ടായിരിക്കും ഒരു കുടുംബത്തില്. ഒരു അതിഥി വന്നപ്പോൾ ആ 100 ആടുകളെ കൊല്ലാതെ, അതിലൊരാടിനെ എടുക്കാതെ പാവപ്പെട്ട വ്യക്തി ഒരു ആടിനെ കൊണ്ട് കറി വെച്ചാൽ അത് ന്യായമാണോ നീതിയാണോ? ദാവീദ് മഹാരാജാവ് സിംഹാസനത്തിൽ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, അവനെ കൊല്ലണം. 4 ഇരട്ടി തിരിച്ച് ജ്വലിക്കുന്ന കണ്ണുകളോട് പറഞ്ഞു, ആ മനുഷ്യൻ ചെയ്തല്ലേ? ഊറിയായുടെ ഭാര്യയെ എന്ത് ചെയ്തു? നീ ഊറിയായെ കൊന്നില്ലേ? ദാവീദ് സിംഹാസനത്തിൽ നിന്ന് ചാക്കൊടുത്ത് ചാരം പൂശി കരഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മലങ്കരയിൽ ഇങ്ങനെ പാടുന്നത്, 40 നോമ്പുക നോക്കുക നീ തീറ്റികതയില്ലാത്തവനെ, ഈ ശാശ്വതനോടൊപ്പം നീ പ്രാർത്ഥിക്കുക ദിനമേഴുള്ളൂ. ജെസ്സയുടെ പുത്രനായ ദാവീദിനെ പോലെ കണ്ണുനീര് കൊണ്ട് ഒരു കിടക്ക നനച്ചതുപോലെ ഈ നോമ്പുകാലം നീ കരഞ്ഞ് കരഞ്ഞ് നിന്റെ പാപത്തെ ഓർത്ത് കരയണം. കരച്ചിലുണ്ടോ? ഉപസാരം കൊണ്ട് ചെല്ലുമ്പോ കരയാൻ തോന്നുന്നുണ്ടോ? അല്ലാതെ ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തു. തൊലിപ്പുറത്ത് മരുന്ന് തിരട്ടിയിട്ടല്ലേ പോകുന്നത് നിങ്ങൾ? തൊലിപ്പുറത്ത് മരുന്ന് തിരട്ടിയാൽ അത് കുമ്പസാരമല്ല. ഹല്ലേലൂയ. കുമ്പസാരത്തിന്റെ രാജാവിനെ ലക്ഷങ്ങളെ കുമ്പസാരിപ്പിക്കുന്ന വിശുദ്ധനായ വൈദികൻ ആരാ? ഇടവക വൈദികനായ വിശുദ്ധനായ ആരാ? ജോൺ മരിയ വിയാനി. കുമ്പസാരിക്കുന്നവനും കുമ്പസാരിക്കുന്ന വൈദികനും ഒരുപോലെ കരഞ്ഞിട്ട് കുമ്പസാരം കണ്ടിച്ച് വെളിയിലിറങ്ങി 2 പേരും ഒരുമിച്ച് കിട്ടി. എന്നിട്ട് പറയും, ദൈവവും മനുഷ്യനും ചെയ്യുന്ന ആലിംഗനമാണ് കുമ്പസാരം. പാപിയായ നിന്നെ ദൈവം കെട്ടിപ്പിടിക്കുന്ന കൂദാശയുടെ പേരാണ് കുമ്പസാരം. പാപിയായ നിന്നെ ദൈവം കെട്ടിപ്പിടിക്കുന്ന കൂദാശയുടെ പേരാണ് കുമ്പസാരം. കുമ്പസാരിച്ചിട്ടുണ്ട്. നിനക്ക് ആരോടെങ്കിലും ഇഷ്ടക്കുറവുണ്ടോ? നീ ചോദിച്ചിട്ട് കൊടുക്കാതിരുന്നിട്ടുണ്ടോ? നിനക്ക് ഇഷ്ടക്കുറവുണ്ടെങ്കിൽ നീ മോക്ഷ എന്നാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ കുമ്പസാരം. മൂട എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളങ്കണ്ണി വന്നോ സഹോദരൻ എപ്പോഴും മൂടാ വന്ന അവനൊരു പൊട്ടനാ എന്നൊക്കെ പറയുന്നവൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് അതിഥികളെ കുമ്പസാരിച്ചു. അപ്പോൾ ദൈവത്തിന്റെ വചനം പറയുകയാണ്. അപ്പോൾ ആരും നശിച്ചു പോകാൻ എല്ലാവരും അനുദപിക്കണമെന്ന് അവിടെ പറഞ്ഞു. അതുകൊണ്ട് നിങ്ങളോട് എന്ത് കാണിക്കുന്നു? കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അവിടെ എങ്ങനെ വരും? കള്ളനെ പോലെ വരും. എങ്ങനെ വരും? കള്ളനെ പോലെ വരും. അപ്പോൾ എന്താണ്? അപ്പോൾ ഈ ആകാശം, ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന ആകാശവും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഈ ആകാശമുണ്ട്, ആകാശവും ആ മൂലപദാർത്ഥം കത്തിക്കരിഞ്ഞു. അതുകൊണ്ടാണ് മാർപ്പാപ്പ പറഞ്ഞത്, 90 വയസ്സുള്ള ഒരു വ്യക്തി സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക എല്ലാം കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞു, പിതാവേ ഇതുപോലൊരു അത്ഭുതം ഞാൻ കണ്ടിട്ടില്ല. മാർപ്പാപ്പ പറഞ്ഞു, എടാ മോനെ ഇതെല്ലാം നശ്വരമൊന്നും ഈ കാണുന്ന കെട്ടിടങ്ങളൊന്നും അതിരമ്പുഴ പള്ളി കാണിച്ചിട്ട് വേളങ്കണ്ണി പള്ളി കാണിച്ചിട്ട് പറയുന്നത് വലിയ മനോഹരമാണ്. കർത്താവ് പറയുക ഇതെല്ലാം കത്തിക്കരിഞ്ഞു പോകും. നിന്റെ ആത്മാവാണ് ഏറ്റവും വലുത്. പള്ളിയല്ല വലുത്, നിന്റെ ആത്മാവാണ് വലുത്. പള്ളിയിൽ നിങ്ങൾ പോയെങ്കിൽ അവിടെ വിശുദ്ധ കുർബാന എന്ന് പറയുന്ന കൂദാശ ഉള്ളത് കൊണ്ടാണ്, ആ കൂദാശ നിങ്ങൾ പരിക്രമം ചെയ്യുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അത് വെറും ഒരു കെട്ടിടം. മനസ്സിലായോ? നീയാണ് ദൈവത്തിന് വേണ്ടി, നീയാണ് ദൈവത്തിന്റെ ആലയം.
ദൈവത്തിനാലയം ഞാനല്ലോ, ദൈവത്തിൻ കൂടാരം ഞാൻ തന്നെ. ദൈവത്തിന്റെ കൂടാരത്തിനകത്ത് മദ്യപിച്ച് പുകവലിച്ച് എല്ലാം ഈ നീയെ തന്നെ നശിപ്പിക്കുമ്പോൾ ദൈവത്തിന് ഇറങ്ങും. മനസ്സിലായോ? പിടികിട്ടിയോ? പിടികിട്ടിയോ? അപ്പോൾ ഇവയെല്ലാം നശ്വരം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയും, ഇവയെല്ലാം കളർ ബൾബും ഒക്കെ വിട്ട് വലിയ ദുരിതാശ്വാസം ചെയ്തിട്ട് വെറുതെ വീട് എങ്ങനെയുണ്ട്, നല്ലതാണെന്ന് പറഞ്ഞ വലിയ സന്തോഷം. ഞാൻ പറഞ്ഞു, ഇവയെല്ലാം നശിച്ചു പോകുന്ന കാര്യങ്ങൾക്കായിട്ട് മനുഷ്യൻ ഒന്നാം സ്ഥാനത്ത്. ആത്മാവിന് എന്തെങ്കിലും കൊടുക്കുന്നു. ആത്മാവിന് കഞ്ഞി വേണം, ആത്മാവിന് ഷവർമ വേണം, ആത്മാവിന് കുഴിമന്തി വേണോ? ആത്മാവിന് ആത്മനാഥനെ മതി, വചനം. ആത്മാവിന് ഇതിനൊന്നും നമ്മൾ ശരീരത്തിൽ ഇന്നുണ്ടോ? ഇന്ന് ഹോസ്പിറ്റലിൽ ആത്മാവിന് വേണ്ടി എത്ര ഹോസ്പിറ്റലുണ്ട്? നിന്റെ ആത്മശാന്തി തരുന്ന എത്ര ഹോസ്പിറ്റൽ? ശരീരത്തിനയ്യോ രോഗം വന്നു കഴിഞ്ഞാൽ ഉടനെ അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു. ഭാര്യയുടെ കാര്യം അത് കുഴപ്പമൊന്നുമില്ല പറയാം, അതൊക്കെ അങ്ങ് മാറിപ്പോകും. ചിലവരാണെങ്കിൽ പറയും ഉടനെ ലക്ഷറെ കൊണ്ടോ അല്ലടത്ത് കൊണ്ടോ 70,000 അല്ലാതെ കൊണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് മാറാനുള്ള. അതുകൊണ്ട് കാണിക്കാതിരിക്കണമെന്നല്ല, കാണിക്കാം. അപ്പൊ ശ്രദ്ധിച്ച് നമ്മൾ ശരീരത്തിനാണ് അമിത പ്രാധാന്യം. അതുകൊണ്ട് ശരീരത്തിന് അമൃത പ്രാധാന്യം കൊടുത്താൽ നിനക്ക് ഉത്കണ്ഠകൾ വരും. മനസ്സിലായോ? അപ്പൊ നമ്മൾ സർവശക്തനായ ദൈവത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ എന്താ? എല്ലാം എനിക്ക് സാധിച്ചു തരുന്ന ദൈവത്തിൽ വിശ്വസിക്കും. അവനെ കൊണ്ട് അസാധ്യമായി എനിക്കൊന്നുമില്ലല്ലോ. സർവശക്തനാം ദൈവം എന്റെ കൂടെയുള്ളപ്പോൾ സകലതും ഇന്ന് എനിക്ക് പറഞ്ഞു സകലതും മധ്യസാറെ സകലതും ഇന്ന് എനിക്ക് സാധ്യമാകുവാൻ എന്റെ യേശുവിന്റെ അത്ഭുതമാം നാമമുണ്ടല്ലോ. ദൈവം നാളെ എന്താ ചെയ്യുന്നത്? സെബാസ്റ്റ്യൻ ചേർന്ന നാളത്തേക്ക് മാറ്റി വെക്കുന്ന എവിടെയെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിൾ തുടങ്ങുന്നത് തന്നെ കർത്താവ് പറഞ്ഞത് ഇന്ന് ഈ തിരുവെഴുത്തുന്നത്. സക്കാരിയസിന്റെ ഭവനത്തിൽ നിന്നിട്ട് പറഞ്ഞു, ഒരാഴ്ച നീ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ച നിനക്ക് രക്ഷ തരാമെന്നാണ് പറഞ്ഞു. ഇന്ന് ഈ ഭവനത്തിൽ വലസകളിൽ കിടന്ന കള്ളനോട് പറഞ്ഞു, ഈ 10 ദിവസം നൊവേന ചൊല്ലിയാൽ നിന്നെ രക്ഷപ്പെടുത്താമെന്ന് പറഞ്ഞു. ഇന്ന് നീ എന്നോടൊപ്പം. നമ്മുടെ ദൈവം ഇന്നിന്റെ ദൈവം. മനുഷ്യനാണ് 10 തവണ അവിടെ പോകണം, 15 തവണ അവിടെ പോകണം, 25 തവണ വേളങ്കണ്ണി വന്ന് നീന്തണം. ഇതൊക്കെ മനുഷ്യൻ പറയുന്നത്. ഇന്ന് നീ മാനസാന്തരപ്പെടാൻ സൗഖ്യം. ഇന്നിന്റെ നമ്മുടെ ദൈവം ഇന്നിന്റെ ദൈവം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയും, ഇന്നിന്റെ ദൈവം. ഞങ്ങൾ ഒരിക്കലും പറഞ്ഞില്ല ഒരു 10 വട്ടം വേണമെന്നോ അങ്ങനെ പറയാൻ. ഞാൻ താഴെ അങ്ങനെ പറയാം. അതൊക്കെ 15 തവണ അവിടെ വന്നാലേ അത് നടക്കത്തുള്ളൂ. നീ ഇന്നത് ചെയ്താലേ നടക്കത്തുള്ളൂ. നീ ഇതൊക്കെ പ്രോസ്പെരിറ്റി ഗോസ്പൽ. നീ ഇന്നത് എടുത്താലേ ചെയ്യും, നീ ഉടമ്പടി എടുത്താലേ കാര്യങ്ങൾ. ഇതൊക്കെ നിന്നോട് ഇത് ആരാ പറഞ്ഞത്? ഇത് നിന്റെ ഭൗതിക ആഗ്രഹങ്ങൾക്ക് വേണ്ടി നീ ചെയ്യുന്നതെല്ലാം തട്ടിപ്പോ. ഇതൊക്കെ പ്രോസ്പെരിറ്റി. ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ആത്മാവിന്റെ രക്ഷയാതിവാക്കണം. നീ ഇതൊക്കെ ചെയ്തിട്ട് നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു. നീ ഇന്നത് ചെയ്തിട്ട് നിന്റെ മക്കളെല്ലാം വിദേശത്ത് പോയിട്ട് ഇവരൊന്നും ആത്മാവ് രക്ഷപ്പെട്ടില്ല. എന്ത് പ്രയോജനം? ഈ പ്രോസ്പെരിറ്റി ഗോസ്പലിന്റെ കാര്യം ധ്യാനകേന്ദ്രത്തിൽ 95% നടക്കുന്നത് പ്രോസ്പെരിറ്റി ഗോസ്പൽ. എന്തെങ്കിലുമൊക്കെ സാധിക്കാൻ വേണ്ടി ആത്മാവിന് വേണ്ടിയോട് ഞങ്ങൾ ഈ വേളങ്കണ്ണിയുടെ ലിസ്റ്റ് നോക്കും. ഞങ്ങളുടെ മക്കൾ അവരുടെ ആത്മാവ് രക്ഷപ്പെട്ടു 1000 ഞങ്ങൾക്ക് കാറ് വേണം, ലോറി വേണം, ഞങ്ങൾ ഇത് വേണം, ഞങ്ങളുടെ കടബാധ്യത വേണം. ഇതൊക്കെയാണ് ആത്മാവ് രക്ഷപ്പെടുക. ആത്മാവ് രക്ഷപ്പെടാത്തതുകൊണ്ട് എന്താ? സഭയിൽ വിവാഹമോചനം, കത്തോലിക്ക സഭയിലെ ഏറ്റവും കൂടുതൽ വിവാഹമോചനം നടക്കുന്നത്. അതുകൊണ്ട് ഒരു ഹൈന്ദവ സന്യാസി പറഞ്ഞു, കത്തോലിക്ക വിവാഹം കഴിക്കുന്നത് വിവാഹമോചനത്തിന് വേണ്ടി. നിങ്ങൾ 1000 ഹിന്ദുക്കളുണ്ട്, ചിലപ്പോൾ ഒരു 10 വിവാഹം, ഒരു 1000 കുടുംബം ക്രിസ്ത്യാനികളുണ്ട്, ഒരു 800 വിവാഹം. നമ്മൾ കേട്ടിട്ടുണ്ട് ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യം വിവാഹം. ദൈവം വെറുക്കുന്ന കാര്യം ചെയ്യുന്നവന്റെ പേരാണ് കത്തോലിക്കൻ. ദൈവം വെറുക്കുന്ന കാര്യം ചെയ്യുന്ന പേരാണ്. എന്നിട്ട് നീ പ്രാർത്ഥിക്കും ദൈവം മാറോ. മാവേലിക്കരെ കുടുംബ കോടതിയിൽ ജഡ്ജി പറയുകയാണ്, ഇനി 1000ഓളം കേസുകൾ ഇനിയും കിടക്കുക. അത്
ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെ കൂലിവേലക്കാരും വിവാഹമോചനമില്ല, റബ്ബർ വെട്ടുകാരും PhD-ക്കാരും എഞ്ചിനീയേഴ്സും ഒക്കെയുള്ളവർക്കാണ് വിവാഹം. ദൈവം വെറുക്കുക. മലാക്കി 3:16 ഈ വചനം മറക്കരുത്. 2:14 സോറി, മലാക്കി 2:14 മലാക്കി 2 അവിടെ വചനം പറയാണ്, സൈന്യങ്ങളുടെ കർത്താവായ ഇസ്രായേലിന്റെ ദൈവം അരുളിച്ചെയ്യും, വിവാഹമോചനത്തെ ഞാൻ കൊടുക്കും. ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് വിവാഹമോചനം. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയാം, ദൈവം വെറുക്കുന്ന ഒന്നാമത്തെ കാര്യമാണ്. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന എവിടാണ്? തൃശ്ശൂർ രൂപതയിൽ 1000 വിവാഹമോചനം ഒരു വർഷം നടക്കുന്നതാണ്. ചങ്ങനാശ്ശേരി പിന്നീടൊന്നുമല്ല, ഇപ്പോഴല്ലേ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 10 വീടെടുത്ത ഒരു വീട്ടിൽ വിവാഹമോചനം എണ്ണിത്തോന്നി. വിവാഹമോചനം വർദ്ധിക്കും ഓരോ കുടുംബങ്ങൾ. കാര്യം എന്നാ? സമ്പത്തേറി. ചങ്ങനാശ്ശേരിയിൽ ഒരു പെങ്കൊച്ച് അമേരിക്കയിൽ പോയി വർഷങ്ങൾക്ക് മുമ്പ് പോയാൽ ഇപ്പൊ 5ാമത്തെ കെട്ടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥന നീ എന്തിനാ എന്നെ വിളിച്ചത്? 5ാമത്തെ കെട്ടിന് വേണ്ടി. അതിനുവേണ്ടിയാണ് ഞാൻ നിർത്തടി പോകണോ? 5ാമത്തെ കെട്ടിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ 4 കെട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്പൊ ആരോ നമ്പർ കൊടുത്ത് എന്നെ വിളിപ്പിച്ചു. നമ്പർ കൊടുത്ത് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞ ഫോണോടെ വെക്കണി. കുറെ കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ പറഞ്ഞു, വേറെ അങ്ങനെ പറയേണ്ട കാര്യമുണ്ട്, അവിടെ എന്തെങ്കിലുമൊക്കെ അയച്ചു തരിക. ഞാൻ പറഞ്ഞ അവളെ അയച്ചു അതെനിക്ക് അക്കൗണ്ടിൽ അത് മേടിച്ചിട്ട് ഞാനെന്തിനാ? പ്രിയ സ്ഥലങ്ങളെ, ദൈവം വെറുക്കുന്ന കാര്യങ്ങളാണ്. ഇതിനുവേണ്ടി ഒത്താശ ചെയ്യാനുണ്ട് പലരും. വിവാഹമോചനത്തിന് ഒത്താശ ചെയ്യുന്നവരോട് ഞാൻ പറയട്ടെ, ഇതൊരു തിരിപ്പ് കടമാണ്. ദൈവം യോജിപ്പിച്ചത് മനുഷ്യനായി മനസ്സിലായോ? ഒരിക്കലെ 89ാമത്തെ വിനോദിനെ പോയിരിക്കുന്ന ഒരു സഹോദരൻ വന്നിട്ട് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നു അവളെ എനിക്ക് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയാണ്. 22 വർഷമായി അമ്മ പറയുന്ന അവൾ ഗുണമല്ലാത്ത നീ അവളെ. ഞാൻ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ ഇവന്റെ അമ്മ ദേവമാതാവല്ല, അവന്റെ അമ്മ. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞ അമ്മ പറയുന്നതാണ്. ഞാൻ ഈ വചനമൊക്കെ പറഞ്ഞപ്പോൾ അവൻ ചങ്ക് പൊട്ടിക്കാരി പ്രാർത്ഥിച്ചു. ആ വർഷം ദൈവം കുഞ്ഞിനെ കൊടുക്കുന്നത്. അപ്പോഴാണ് അവന് മനസ്സിലായത് മനുഷ്യൻ പറയുന്നതല്ല. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പോൾ ദൈവവചനത്തിൽ വിശ്വാസപൂർവമാണ്. സർവശക്തനായ ദൈവത്തിൽ ഞാൻ അവിടുത്തെ ഏകപുത്രനെ ഞാൻ പറഞ്ഞു. എന്താ ഈശോയെ എനിക്ക് എന്തിനാ തന്നത്? അടുത്തിരിക്കുന്ന കൂടപ്പുറവിനോട് ചോദിച്ചു, ഈശോയെ രക്ഷ ഒരു ഭാഗം. രക്ഷ മാത്രമല്ല, നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു നൽകാൻ. ആദ്യ മാതാപിതാക്കൾ പാവം ചെയ്തു, പറുദീസ നഷ്ടപ്പെട്ടു. ആ പറുദീസ നമുക്ക് തിരിച്ചു കിട്ടും. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ, ഈ താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ, നമ്മുടെ ദൈവമിതാ. ആദത്തോടും ഹവ്വായോടും നടന്ന ദൈവം അവൻ പിതാ. വിശുദ്ധ കുർബാനയാകുന്ന കൂദാശ, വചനമാകുന്ന എന്നോടൊപ്പം എന്റെ അടുത്തിരിക്കുന്ന വ്യക്തിയോട് എന്നോടൊപ്പം വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും 2 കാര്യങ്ങൾ 6 കാര്യങ്ങൾ പറയാൻ ഒത്തിരി സമയമെടുക്കും. പറഞ്ഞുകൊണ്ട് നമുക്ക് പരിശുദ്ധ ജപമാല ആരംഭിക്കുക. പരിശുദ്ധ ജപമാല ആരംഭിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, മരതകരമേ ഹല്ലേലൂയ.